Hello, this is Abhisha and welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ജോബ് ഒന്നും ആവാത്ത കുട്ടികൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ ഡിസൈനർ മാത്രമേ ആവാൻ പറ്റൂ എന്നുള്ളത്. പക്ഷേ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളുകൾക്ക് അത് കൂടാതെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ജോബുകൾ കൂടെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയുമായിരിക്കും, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അതിനെക്കുറിച്ച് ധാരണ ഇല്ലാന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക് വരുന്നത്. അപ്പോൾ ഒരു ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പോലുള്ള എന്താ പറയുക അങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാലമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഇറങ്ങി വരുന്ന ഒരു ഫീൽഡും കൂടെ ആയിട്ട് മാറിയിട്ടുണ്ട്. കുറെ മുമ്പാണെങ്കിൽ ഡിസൈനിങ് പഠിക്കാനുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇത് സ്റ്റിച്ചിങ് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിന് തൊഴിൽ സാധ്യതകളില്ല, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ഒരുപാട് ഫാഷൻ ബൊട്ടിക്കുകളും കൊട്ട്യൂസും ഒക്കെ വരാൻ തുടങ്ങിയത്. അതിനുശേഷം ഇതിൽ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ പത്രങ്ങളിലൊക്കെ ഡിസൈനേഴ്സിന്റെ വേക്കൻസിയുടെ പരസ്യങ്ങൾ കാണാൻ തുടങ്ങിയ ആളുകൾ. അപ്പം അങ്ങനെ മനസ്സിലാക്കിയതോടെ ഇതിലേക്ക് ഇറങ്ങി വരുന്ന ആളുകൾ കൂടി. പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു അതിപ്രസരം കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി. ഇതൊരു മോശപ്പെട്ട കാര്യമല്ല, അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുന്നതാണെന്നുള്ളത് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിനോടുള്ള താല്പര്യങ്ങളും കൂടി തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഫീൽഡിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കോഴ്സുകളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും ഡിസൈനിങ് പഠിക്കുന്ന ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ, ഡിപ്ലോമ കോഴ്സുകൾ, 3 months കോഴ്സ് ഉണ്ട്, 1 month കോഴ്സ് ഉണ്ട്, 6 months ഉണ്ട്, 2 year ഉണ്ട്, 1 year ഉണ്ട്, 3 year ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരുപാട് ഡിസൈനേഴ്സും നമ്മുടെ ചുറ്റുപാടും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലൊക്കെ നമുക്ക് തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരും. ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ ആളുകൾ കൂടുമ്പം ക്വാളിഫിക്കേഷൻ കൂടുതലുള്ള ആളുകൾക്ക് ആദ്യം ജോലി കിട്ടും, അല്ലെങ്കിൽ കഴിവുള്ളവർക്ക് ജോലി കിട്ടും. എല്ലാവർക്കും കഴിവുകൾ ഉണ്ടാവണം. എന്നാലും ഓരോരുത്തരുടെ ഭാഗ്യം പലതും വെച്ചിട്ട് നമുക്ക് ജോലികൾ കിട്ടും. എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡിസൈനറായി നിങ്ങളിപ്പോൾ ഒരു പൊട്ടിക്കിൽ നിങ്ങൾക്ക് ഡിസൈനറായിട്ട് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് സ്കീമുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫാഷൻ ഡിസൈനർ എന്നുള്ള പോസ്റ്റിലേക്ക് തന്നെയാണ്. അത് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് പൊട്ടിക്സിൽ അല്ലെങ്കിൽ കൊട്ട്യൂർ ഹൗസിലൊക്കെ ഉള്ള ഡിസൈനേഴ്സ് ഷോപ്പിൽ ഡയറക്റ്റ് കസ്റ്റമറെ ഡീൽ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനും മോഡലുകൾ എടുക്കാനും അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാനുള്ള പോസ്റ്റാണ് ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ. ഇനി യൂണിറ്റുകൾ, വെയർ ഹൗസ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള വേക്കൻസികൾ. അവിടെ ഇങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ അത് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ അതിനുള്ള സാമ്പിൾ ഡിസൈനുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അവിടുത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അപ്പം അതും ഫാഷൻ ഡിസൈനർ എന്നുള്ള പോസ്റ്റാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള പോസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ് റീറ്റെയിൽ മാനേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക, റീറ്റെയിൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റിൻ്റെ അതൊന്നും വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ പോസ്റ്റുകളുണ്ട്. ഇത് കൂടുതലായിട്ട് കിട്ടുന്നത് ഈ ഒരു പോസ്റ്റ് വരുന്നത് വലിയ വലിയ കമ്പനികളിലേക്ക്, അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെ വരുന്നത് ബൊട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉള്ളത് റീറ്റെയിൽ മാനേജർ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ കാഷ്വൽ ലൈൻസ് ഒക്കെ ചെയ്യില്ല, എന്ന് വെച്ചാൽ കാഷ്വൽ പ്രൊഡക്ഷൻ ഒക്കെ നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്നും അത് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ വഴി, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഷോപ്പ് വഴി സെയിൽ ചെയ്യുന്ന ഷോപ്പുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങൾ അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഇതിന് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഒക്കെ എന്താണ് റിവ്യൂസ്, കാര്യങ്ങൾ ഇതെല്ലാം നോക്കുന്ന ഒരു സ്റ്റാഫാണ് ഈ റീറ്റെയിൽ മാനേജർ എന്ന് പറയുന്നത്. അതായത് റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് ബെറ്റർ ആക്കുക, മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് റീറ്റെയിൽ മാനേജർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റാഫ് ആകുമ്പോൾ തന്നെ അങ്ങനെയുള്ള കമ്പനികളിലെ നമുക്ക് ജോബ് കിട്ടുള്ളൂ. പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ പറ്റിയൊരു ജോലിയാണത്. കാരണം അങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകളിലൊക്കെ ഈ ഒരു പോസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ്, അല്ലെങ്കിൽ അത് മാർക്കറ്റിംഗ് കറക്റ്റ് ആണോ നടക്കുന്നത്, എങ്ങനെയൊക്കെ അതിനെ മാർക്കറ്റ് ചെയ്യാം, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം, അതേപോലെ നമ്മൾ ഓൾറെഡി ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അത് ഇനി ചെയ്യേണ്ടി വരുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്റ്റാഫാണ് റീറ്റെയിൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു
ഒരു പോസ്റ്റാണ് ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് ആഡിൻ്റെ കമ്പനികൾ അല്ലെങ്കിൽ ഫാഷൻ ഷൂട്ടുകൾ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും, ആഡിൻ്റെ കമ്പനീസ് ഉണ്ടാവും, മീഡിയ കമ്പനീസ് ഉണ്ടാവും. അങ്ങനത്തെ കമ്പനീസിലാണ് നമുക്ക് ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നത്. ഈ ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു സ്റ്റൈലിസ്റ്റ് തന്നെയാണ്. എന്നാലും എന്താ പറയുക, സ്റ്റൈലിസ്റ്റിൻ്റെ വർക്കുകളും ചിലപ്പോൾ ഫാഷൻ കോർഡിനേറ്റേഴ്സിന് വരും. അല്ലാതെ നമുക്ക് എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റ്, അതേപോലെ തന്നെ ഫാഷൻ ഷോ, അതേപോലെ എന്താ പറയുക അങ്ങനത്തെ ഫോട്ടോഷൂട്ടുകൾ, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഫാഷൻ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം എല്ലാവർക്കും ഒരു പ്രൊമോഷൻ ഷൂട്ടിന് അവരെന്ത് കോസ്റ്റ്യൂം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ ചെയ്യണം, ഈ ഒരു ആഡ് പ്രൊമോട്ട് ആവാൻ എങ്ങനത്തെ രീതിയിൽ ചെയ്യണം, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട സ്റ്റാഫിനെയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഫാഷൻ ഷോ ആണെങ്കിലും ഈ ഒരു ഷോയിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇന്ന തീം ബേസ്ഡ് ആണ് വരുന്നത്. അപ്പം അതിൽ പങ്കെടുക്കാൻ വരുന്ന ഡിസൈനേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ, അവർ കൊണ്ടുവരുന്ന കോസ്റ്റ്യൂം ഒക്കെ ഈ തീം റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ഇത് അറിയുന്ന ഒരാൾ കൂടെ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള ആഡ് കമ്പനികളിലൊക്കെ വരുന്ന ഒരു പോസ്റ്റാണ് ഫാഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയുന്ന വേറൊരു പോസ്റ്റാണ് ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന് നമ്മൾ ഡിസൈനർ ആയിട്ടുള്ള ജോബ്, രണ്ടാമത് സ്റ്റൈലിസ്റ്റുകളാണ്. സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ട്, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു പ്രൊമോഷൻ ഷൂട്ട് ഒക്കെ ഇതിൽ മൊത്തം തീരുമാനിക്കുന്നത് സ്റ്റൈലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരു ഔട്ട്ഫിറ്റ്, ഏത് ഔട്ട്ഫിറ്റ് ഇടണം, അതിൻ്റെ കൂടെ ഏതൊക്കെ ഓർണമെന്റ്സ് യൂസ് ചെയ്യണം, എങ്ങനെ ഹെയർ സെറ്റ് ചെയ്യണം, ഏതൊക്കെ ആക്സസറീസ് ഇടണം, അതേപോലെ തന്നെ എങ്ങനത്തെ മേക്കപ്പ് ചെയ്യണം, അതായത് മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്യുക. മൊത്തത്തിലൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ആളെ എങ്ങനെയൊക്കെ റെഡി ആക്കണം. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, അതേപോലെ ഹെയർ ചെയ്യാൻ ഹെയർ ഡ്രസ്സേഴ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിലൊക്കെയുള്ള സജഷൻസ് ഇന്ന രീതിയിലായിരിക്കണം. അപ്പം ഹെയർ കുട്ടപ്പ് ചെയ്തിരിക്കണം, ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ, ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ ഓർണമെന്റ്സ് ആണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇത് വേണ്ട അതാണ് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് സ്റ്റൈലിസ്റ്റുകളാണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് രീതിയിലേക്ക് സ്റ്റൈൽ ചെയ്യുക. ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ടതുകൊണ്ട് മാത്രം അതൊരു ഫാഷൻ ആണെന്നോ അല്ലെങ്കിൽ അത് പൂർണ്ണമാകുന്നില്ല. അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ തന്നെയാണെങ്കിൽ ഇപ്പം ഒരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യും, ചിലപ്പോൾ അല്ലെങ്കിൽ ഓർണമെന്റ്സ് യൂസ് ചെയ്യും, ആക്സസറീസ് യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെ സ്റ്റൈലിംഗ് ആണ് ശരിക്കും വരുന്നത്. അപ്പം അത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റൈലിസ്റ്റിൻ്റെ പോസ്റ്റുകൾ നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. ഇതേപോലെ പ്രൊഡക്ഷൻ ഹൗസുകൾ, അല്ലെങ്കിൽ പിന്നെ ഈ ആഡ് കമ്പനികൾ, മീഡിയ കമ്പനികൾ, അതേപോലെ തന്നെ എന്താ പറയുക ഷൂട്ടുകളും ഫോട്ടോഷൂട്ട് നടത്തുന്ന സ്ഥിരമായിട്ട് ഫാഷൻ ഫോട്ടോഗ്രാഫി, ഫാഷൻ ഷൂട്ടുകൾ നടക്കുന്ന കമ്പനികളുണ്ടാവും. അതേപോലെ തന്നെ ഫാഷൻ ഷോ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെയാണ് നമുക്ക് ഈ ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. അടുത്തൊരു പോസ്റ്റാണ് ടെക്സ്റ്റൈൽ ഡിസൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാഷൻ ഡിസൈനിങ് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണ് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക് ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് നമ്മൾ ഗാർമെൻറ്റ് ഡിസൈനിങ് ആണല്ലോ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പൊട്ടിക്കലാണെങ്കിലും ഗാർമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഡ്രസ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കമ്പനികളിലാണെങ്കിലും പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യുന്നത്. അതല്ലാതെ ടെക്സ്റ്റൈൽ ഡിസൈനിങ്, അതായത് തുണി ഡിസൈൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഡിസൈനർ ഫാബ്രിക്സ് ഉണ്ടാവും. അപ്പം ഡിസൈനർ ഫാബ്രിക്സിൽ ഓൾറെഡി വർക്ക് ചെയ്ത ഫാബ്രിക്കുകൾ, അത് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഒരാൾ ഡിസൈൻ ചെയ്തായിരിക്കും. അതിൻ്റെ മുകളിൽ ഇന്ന രീതിയിൽ എംബ്രോയിഡറി ചെയ്യണം, ഇന്ന രീതിയിൽ സീക്വൻസ് വർക്ക് ചെയ്യണം, ഇന്ന രീതിയിൽ ബീഡ്സ് ആഡ് ചെയ്യണം, ഒരാൾ ഡിസൈൻ ചെയ്തായിരിക്കും. അപ്പോൾ ആ ഒരു ജോബാണ് ടെക്സ്റ്റൈൽ ഡിസൈനർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിന്റുകൾ, നമ്മളിപ്പം എന്താ പറയുക, ഒരു കാഷ്വൽ ലൈനിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇന്ന രീതിയിൽ പ്രിന്റ് ചെയ്യണം, പ്രിന്റിൻ്റെ ഡിസൈനുകൾ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള പോലെ തന്നെ അതേപോലെ തുണികൾ ഡിസൈൻ ചെയ്യാം. ഡ്രസ്സല്ല, തുണികൾ ഡിസൈൻ ചെയ്യും. ആ ഒരു ഇതാണ് ടെക്സ്റ്റൈൽ ഡിസൈൻ. നമ്മുടെ ഗാർമെൻറ്റ് ഡിസൈനിങ് പോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഫാഷൻ കൺസൾട്ടൻസിയാണ്. ഫാഷൻ കൺസൾട്ടൻസി ആയിട്ട് അല്ലെങ്കിൽ ഫാഷൻ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ കുറവായിരിക്കും, പക്ഷേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ചിലപ്പം ഡിസൈനർ ആയിട്ടുള്ള ആളുകൾ ഫാഷൻ കൺസൾട്ടൻസി കൂടി ചെയ്യാൻ കാപ്പബിൾ ആണെങ്കിൽ നമ്മുടെ സ്കോപ്പ് അവിടെ കൂടും. എന്ന് വെച്ചാൽ കൺസൾട്ടൻസി അറിയുന്ന ആളുകളാണെങ്കിൽ ഒരു ബൊട്ടിക്കിലേക്കുള്ള നമ്മളെ ഡിസൈനറായിട്ട് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. പിന്നെ ഫാഷൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ വരുന്ന അവർ ഒരാവശ്യം പറയുന്നത് അതേപടി ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു നോർമൽ ഡിസൈനിങ് ആയി. പക്ഷേ ഫാഷൻ കൺസൾട്ടൻസി അറിയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഔട്ട്ഫിറ്റ് അവർക്ക് ചേരുന്നതാണോ, അതിൽ അവർ ഉപയോഗിക്കുന്ന കളർ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട കളർ അവർക്ക് ചേരുന്നതാണോ, അല്ലെങ്കിൽ അവരുടെ ഒക്കേഷന് ചേരുന്നതാണോ, അതേപോലെ തന്നെ അവരുടെ ബോഡി ഷേപ്പിന് ചേരുന്ന ഒരു പാറ്റേൺ ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ പറഞ്ഞ പാറ്റേണിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാബ്രിക് പറ്റുന്നുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ഫാഷൻ കൺസൾട്ടൻസ്. അല്ലെങ്കിൽ ഫാഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അത് വലിയ വലിയ മെയിൻ ആയിട്ടുള്ള ബുട്ടീക് സ്റ്റോഴ്സിലൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലത്ത് ഫാഷൻ കൺസൾട്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ബ്രാൻഡിന്റെ സ്റ്റോറുകളിലൊക്കെ ഈ പോസ്റ്റുകൾ ഉണ്ടാവും. കേരളത്തിൽ കുറവായിരിക്കും. പുറത്തേക്കൊക്കെ പോയാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റോഴ്സിലൊക്കെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ചേരുന്നത് എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഫാഷൻ കൺസൾട്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ് ആണ്. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ വിഷ്വൽ മെർച്ചൻഡൈസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും. അതായത് വിൻഡോ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണ് ഈ വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡ്രേപ്പിംഗ് ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കുള്ള സാധ്യത കൂടുതലായിരിക്കും. ചില ഇതിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാത്ത ആളുകൾ പോലും വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ് ആവുന്നുണ്ട്. കാരണം അവർക്ക് ഡ്രേപ്പിംഗ് അറിയുന്നുണ്ടാവും. പക്ഷേ ഡിസൈനിങ് കൂടെ പഠിച്ച ഒരാൾക്ക് ഡ്രേപ്പിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പെർഫെക്റ്റ് കോംബോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില സ്ഥലത്ത് നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ നല്ല ഭംഗിയിൽ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടാവും, നല്ല നീറ്റായിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർ ടോപ്പിന് ഡ്രേപ്പ് ചെയ്തതും സ്കേർട്ടിന് ഡ്രേപ്പ് ചെയ്തതും തമ്മിലുള്ള ക്ലോത്ത് തമ്മിലൊരു മാച്ചും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ അതിൻ്റെ മുകളിൽ പിൻ ചെയ്തിട്ടുള്ള സാധനങ്ങളുമായിട്ടൊരു മാച്ചും ഉണ്ടാവില്ല. അത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഡിസൈനേഴ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവില്ല. പക്ഷേ അവർക്ക് നീറ്റായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് വിഷ്വൽ മെർച്ചൻഡൈസേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്രേപ്പിംഗ് ചെയ്യുക, അതേപോലെ ഒരു പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഡമ്മിയിലിട്ടിട്ടാണ് അല്ലെങ്കിൽ മാനിക്യൂറിലോ അല്ലെങ്കിൽ ഡ്രസ് ഫോമിലോ എന്തിലിട്ടിട്ടാണെങ്കിലും നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലതായിട്ട് ഡിസ്പ്ലേ ചെയ്യുക. മാനിക്യൂറിൽ തന്നെ ഇടണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. എങ്ങനെയാണെങ്കിലും അത് ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ സീസൺ ടൈമിലുള്ള ഡിസ്പ്ലേകൾ മാറ്റിക്കൊണ്ടിരിക്കുക. സീസൺ അനുസരിച്ച് വിൻഡോ ഡിസ്പ്ലേസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് വെറും ഡ്രസ് ഫോം മാറ്റി പുതിയ ഡ്രസ്സ് ഇടിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വെക്കുക. അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കുന്നില്ലേ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ജോബാണ് വിഷ്വൽ മെർച്ചൻഡൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ജോബിന് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഇതാണ് വിഷ്വൽ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത്. അപ്പം ഇനിയും ഉണ്ട്, കുറച്ചുകൂടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ്സ് ആണ്. അപ്പം നിങ്ങൾ ഇനി വെറും സെർച്ച് ചെയ്യുന്ന സമയത്ത് വെറും ഫാഷൻ ഡിസൈനർ ജോബ്സ് ഒന്ന് സെർച്ച് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോബുകളോടെ എവിടെയെങ്കിലുമൊക്കെ വാക്കൻസീസ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു കാര്യം. ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞ ഒട്ടുമിക്ക പോസ്റ്റുകളും കേരളത്തിൽ വളരെ കുറവാണ് ഉള്ളത്. പക്ഷേ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, സെർച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ, താങ്ക് യു.